ഹായ് വെൽക്കം ടു CC+. അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ സിലബസിലെ ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എർത്ത് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ലെയേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെയേഴ്സ് ഓഫ് എർത്ത്. ഫസ്റ്റ് വൺ ക്രസ്റ്റ്. ഈ കാണുന്ന പോലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ആണ് ഏത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എർത്തിൻ്റെ ഏറ്റവും തിന്നായിട്ടുള്ള ലെയറാണ് ക്രസ്റ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ഈ കാണുന്ന പോർഷൻ ഇവിടം വരെയുള്ള ഈ പോർഷനാണ് ഏത് മാൻറ്റിൽ. പിന്നെ അതിൽ നിന്നും അകത്തോട്ട് പോകുമ്പോൾ ഉള്ളതാണ് കോറുണ്ട്. കോർ എന്ന് പറയുന്നത് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇന്നർ കോറും ഉണ്ട്, ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ആണ് ഇന്നർ കോർ. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ലെയറാണ് ഏത് ഔട്ടർ കോർ. അപ്പം എർത്തിൻ്റെ ഇൻറ്റീരിയർ ലെയേഴ്സാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ ക്രസ്റ്റ്, ദെൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ മാൻറ്റിൽ, ദെൻ ഔട്ടർ കോർ, ദെൻ ഏറ്റവും ഉള്ളിലായി ഇന്നർ കോർ. പിന്നെ നമ്മൾ ഈ കാണുന്ന ക്രസ്റ്റിന് ലാൻഡ് ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ക്രസ്റ്റിനെ നമ്മൾ ഓഷ്യാനിക് പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡും ഉണ്ട് ഓഷ്യാനിക് പോർഷനും ഉണ്ട്. ഇതിൽ ലാൻഡ് പോർഷനെ നമ്മൾ സിയാൽ എന്ന് പറയും, സിയാൽ എന്ന് വിളിക്കും. കാരണം SI ഫോർ സിലിക്ക ആൻഡ് AL ഫോർ അലുമിന എന്നാണ്. അതായത് ലാൻഡിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മിനറൽസ് ആണ് സിലിക്കയും അലുമിനിയം. അപ്പോൾ സിലിക്കയുടെ SIയും അലുമിനയുടെ ALും ചേർന്ന് സിയാൽ എന്ന് പറയും. ദെൻ അതുപോലെ ഓഷ്യാനിക് പോർഷനെ നമ്മൾ സിമ എന്ന് പറയും. എന്ത് പറയും? സിമയും അതുപോലെ തന്നെ സിലിക്ക ആൻഡ് മഗ്നീഷ്യം. അതായത് ഓഷ്യാനിക് പോർഷൻ ഓഫ് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മിനറൽസ് ആണ് സിലിക്കണും അതുപോലെ തന്നെ മഗ്നീഷ്യം. അപ്പോൾ സിലിക്കയുടെ SIയും മഗ്നീഷ്യത്തിൻ്റെ MAയും ചേർന്ന് സിമ എന്ന് പറയും. അപ്പോൾ ഈ സിയാലും സിമയും നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അത് മാറാതിരിക്കാൻ നമ്മൾ ഓർക്കുക, ലാൻഡിലാണ് എന്തുണ്ടാവുക? ആലുണ്ടാവുക അല്ലേ? ഓഷ്യൻ്റെ നടുക്കാരെങ്കിലും കൊണ്ടുപോയി ആൽമരം നട്ടു വെക്കോ? ഇല്ല. അപ്പം ലാൻഡിലാണ് ആലുണ്ടാവുക. അപ്പം നമുക്കത് കണക്ട് ചെയ്ത് ഓർക്കാം. സിയാൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് പോർഷൻ ഓഫ് ദി ക്രസ്റ്റ്, അതുപോലെ തന്നെ ഓഷ്യാനിക് പോർഷൻ എന്ന് പറയുന്നത് സിമ. അതേപോലെ നമ്മൾ താഴോട്ട് വരുമ്പം നമ്മുടെ ഇന്നർ കോർ ഉണ്ടല്ലോ, ഇന്നർ കോറിനെ നമ്മൾ നിഫേ എന്ന് പറയും. എന്ത് പറയും? നിഫേ. ഈ ഇന്നർ കോറിനെ ഷോർട്ട് ഫോം ആക്കി നിഫേ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ അവിടെ കാണുന്ന ഏറ്റവും കൂടുതലായി കാണുന്ന മിനറൽസ് ആയ നിക്കലും ഫെറോവും, അതായത് നിക്കലും ഇരുമ്പും അയണിനെയും ചേർത്തിട്ടാണ് ഇന്നർ കോർ നിഫേ എന്ന് പറയുന്നത്. പിന്നെ ഈ ക്രസ്റ്റിൽ വരുന്ന ഒരു പോർഷനാണ് ലിത്തോസ്ഫിയർ എന്ന് പറയും. അതായത് നമ്മുടെ ക്രസ്റ്റും അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി മാൻഡിലും, അതായത് സെക്കൻഡ് പോർഷനായ മാൻഡിലിൻ്റെ ഈ അപ്പർ മോസ്റ്റ് പോർഷൻ ആൻഡ് ഏറ്റവും ഔട്ടർ ലെയറായ ക്രസ്റ്റിൻ്റെ ഭാഗവും, ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നമ്മൾ വിളിക്കും ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ ക്രസ്റ്റിൽ വരുന്നു, അതുപോലെ തന്നെ അപ്പർ മോസ്റ്റ് പാർട്ടായ മാൻഡിലും ചേർന്ന് പറയുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് അതുപോലെ തന്നെ തിന്നസ്റ്റ് ആയിട്ടുള്ള ലെയറുമാണ് ക്രസ്റ്റ്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ മാൻറ്റിൽ, ദെൻ ഔട്ടർ കോർ, ദെൻ ഇന്നർ കോർ. അപ്പോൾ ഈ പറഞ്ഞ ഈ ലെയേഴ്സിനൊക്കെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് വളരെ ആസ്വാദികരമായി നമുക്ക് വരച്ച് പഠിക്കാം. അപ്പോൾ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഫീച്ചേഴ്സും നമുക്ക് ക്ലിയർ ആവും. കൂടുതൽ സവിശേഷതകളും അറിയാനായി നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് നമ്മൾ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നടത്തുന്നത്. എല്ലാ സാറ്റർഡേ സൺഡേസിലും 1 hour ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. 3 months ഡ്യൂറേഷനാണ് നമ്മുടെ കോഴ്സിൻ്റേത്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.